Good morning. Today going to talk about buyer behavior. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബയ്യർ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബയ്യർ എന്ന് പറയുന്നത് കൺസ്യൂമർ എന്നുള്ള രീതിയിലാണ് ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ ടേം കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ബിഹേവിയർ ദാറ്റ് കൺസ്യൂമർ ഡിസ്പ്ലേ ഇൻ സെർച്ചിങ് ഫോർ പർച്ചേസിങ്, യൂസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ദേ എക്സ്പെക്റ്റ് വിൽ സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അവരുടെ കൺസ്യൂമർ ഡിസ്പ്ലേ സെർച്ചിങ് ഫോർ പർച്ചേസിങ് അവർ കാണിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ നോക്കിയിട്ടാണ് അവർ ആ ഗുഡ്സ് വാങ്ങുന്നത്, അതൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഫോക്കസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽ മേക്ക് ഡിസിഷൻ ടു സ്പെൻഡ് ദെയർ അവൈലബിൾ റിസോഴ്സസ്. എങ്ങനെയാണ് അവരൊരു തീരുമാനമെടുക്കുന്നത്, അതിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ തീരുമാനമെടുക്കും. അവർ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച്, ടൈം, മണി, എഫേർട്ട്, അതൊക്കെ ഉപയോഗിച്ച് അവരെങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുക. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവരെങ്ങനെ തീരുമാനം എടുക്കുന്നു, വാട്ട് ദേ ബൈ, എന്ത് വാങ്ങുന്നു, എങ്ങനെ വാങ്ങുന്നു, എന്തുകൊണ്ട് വാങ്ങുന്നു, ആ സാധനം എപ്പോഴാണ് അത് വാങ്ങുന്നത്, എവിടുന്ന് വാങ്ങുന്നു, എത്ര ടൈം വാങ്ങുന്നു, എപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പർച്ചേസിനെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ റിഗാർഡിംഗ് അക്വയറിംഗ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതാണ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ സെലക്ട് ബൈ, യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് കൺസ്യൂമർ ബിഹേവിയറിനെ എന്ന് പറയുന്ന പഠനത്തിന് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വാങ്ങുന്നത്, ഉപയോഗിക്കുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഐഡിയാസ് ഓർ എക്സ്പീരിയൻസ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അവരുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരെങ്ങനെയാണ് അവരെ ഗുഡ്സ് വാങ്ങുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് ഈ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ സ്വഭാവം, നമ്മൾ എങ്ങനെയാണ് കൺസ്യൂമർ ബിഹേവിയർ നടത്തുന്നത് എന്നതിനെ കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. കൺസ്യൂമർ ബിഹേവിയർ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈയിങ് ഡിസിഷൻ ഓഫ് ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായിട്ടാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നീഡ് ഐഡൻറ്റിഫിക്കേഷൻ. ആദ്യം നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നും, പിന്നെ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവർ സെർച്ച് ചെയ്യും, പിന്നെ അതിനെക്കുറിച്ച് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചുള്ള ഇവാലുവേഷൻ കേൾക്കും, പിന്നെ പർച്ചേസ് ചെയ്യും, പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് പൈസ. ഇതാണ് ഒരു കൺസ്യൂമറുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതാണ് നമുക്ക് പഠനവിധേയമാക്കേണ്ട കാര്യം. ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. അത് പേഴ്സണലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും, സൈക്കോളജിക്കൽ, സിറ്റുവേഷൻ ആൻഡ് സോഷ്യൽ. ഇതൊക്കെ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ നേച്ചറാണ്. ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. അത് ഓൾ കസ്റ്റമേഴ്സ് ഡു നോട്ട് ബിഹേവ് ദ സെയിം മാൻ. എല്ലാവരും ഒരേപോലെയല്ല, ഡിഫറെൻറ്റ്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ, കൾച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. ഇനി ഓരോ പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഓരോ രീതിയിലാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ചില സാധനങ്ങൾ വാങ്ങാം, ചിലതാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ലോ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനോടും നമുക്ക് ഓരോ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ലോ ക്വാളിറ്റി ഉള്ളത് സാധാരണഗതിയിൽ വാങ്ങാറില്ല. മറ്റുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ ചിലതൊക്കെ ആണെങ്കിൽ അത്ര സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആവണമെന്ന് ഇല്ല. വാരി അക്രോസ് റീജിയൻസ്. ഓരോ സ്ഥലങ്ങൾ മാറുമ്പോഴും, ഓരോ റീജിയൻസ്, മേഖലകൾ മാറുമ്പോഴും, കൺട്രികൾ മാറുമ്പോഴും അവരുടെ ബിഹേവിയറിൽ വ്യത്യാസമാണ്. വൈറ്റൽ ഫോർ മാർക്കറ്റേഴ്സ്. ഇവർക്ക് മാർക്കറ്റേഴ്സിന് നീഡ് ടു ഹാവ് ഗുഡ് നോളജ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് അറിയണം. കൺസ്യൂമർ ബിഹേവിയർ എനേബിൾസ് മാർക്കറ്റേഴ്സ് ടു അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. അതിനെക്കുറിച്ചുള്ള അറിവാണ് അവർക്ക് മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. റിഫ്ലക്ട് സ്റ്റാറ്റസ്. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് സ്റ്റാറ്റസ് ഓഫ് ദ കൺസ്യൂമർ ബട്ട് ഓൾസോ റിഫ്ലക്റ്റ്. അത് സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല വാങ്ങുന്നതെങ്കിലും സ്റ്റാറ്റസ് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലക്ഷറി കാർസ്, വാച്ചസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നോക്കുന്നത് സ്റ്റാറ്റസ് നോക്കിയിട്ട് തന്നെയാണ് അവർ വാങ്ങുന്നത്. റിസൾട്ട് ഇൻ സ്പ്രെഡ് ഇഫക്റ്റ്. അത് എന്ത് ചെയ്യുന്നു, അവർ ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് സ്പ്രെഡ് ചെയ്യും. അതായത് അവർ വാങ്ങുന്ന ഡ്രസ്സ്, പിന്നെ വാച്ച്, അങ്ങനെയുള്ള സാധനങ്ങൾ അവരുടെ ഫ്രണ്ട്സും നെയ്ബേഴ്സിനെയും കൊളീഗ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതാണ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത്. അണ്ടർഗോസ് ചേഞ്ചസ്. ദെൻ ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ചേഞ്ച് ഇൻ ഏജ്,
എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം ലെവൽ. അതായത് നമ്മുടെ ഒരു പയ്യൻ ബിഹേവിയർ എപ്പോഴും അതേപോലെ തന്നെ നിൽക്കണമെന്നില്ല, അത് ചേഞ്ച് ചെയ്യും. ഏജിൽ ഡിഫറൻസ് വരുമ്പോൾ, എഡ്യൂക്കേഷനിൽ ഡിഫറൻസ് വരുമ്പോൾ, ഇൻകം ലെവലിൽ ഡിഫറൻസ് വരുമ്പോൾ ഒക്കെ അത് ചേഞ്ച് ചെയ്യും. ഇനി ഇൻഫോർമേഷൻ സെർച്ച് ഇൻഫോർമേഷൻ ഇസ് കോമൺ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഏറ്റവും ഒരു സ്വഭാവമാണ് നമ്മൾ വിവരങ്ങൾ സെർച്ച് ചെയ്യാന്നുള്ളത്. അൺഅവെയർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസിനെ കുറിച്ചിട്ട് അവെയർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മളെപ്പോഴും സെർച്ച് ചെയ്യും. ബ്രാൻഡ് ലോയൽറ്റി ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഒരു ടെൻഡൻസി ഓഫ് കൺസ്യൂമർ ടു ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫ്രം സെർട്ടൺ കമ്പനി. അതായത് നമുക്ക് ചില കമ്പനിയോട് ഒരു താല്പര്യം ഉണ്ടാവും, അവരുടെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബ്രാൻഡ് ലോയൽറ്റി. ഇതൊക്കെയാണ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.